ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ത്രാടകക്രിയ ചെയ്യാം. ത്രാടകക്രിയയും യോഗയുടെ പാർട്ടാണ്. ഇതിൻ്റെ ഗുണങ്ങൾ ആദ്യമായി പറയാം. കണ്ണിന് നല്ല കാഴ്ചശക്തി ലഭിക്കുന്നു, കണ്ണിൻ്റെ ഭംഗി കൂടുന്നു, പിന്നെ ഏകാഗ്രത കിട്ടുന്നു, കോൺസെൻട്രേഷൻ. പഠിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരി അത്യാവശ്യമാണിത്. ഏകാഗ്രത കൂട്ടും. അതിനായിട്ട് ഇടത്ത് കൈ ചിന്മുദ്രയിൽ ഇങ്ങനെ സ്വല്പം ഫിംഗേഴ്സിൻ്റെ സ്വല്പം അകത്തോട്ട് വളച്ച്, ഇതാണ് ചിന്മുദ്ര. ഇങ്ങനെ ചിന്മുദ്രയിൽ ഇടത് കാൽ മുട്ടി വെക്കണം. വലത് കൈ ഉയർത്തി തള്ളവിരലിലോട്ട് തള്ളവിരലിലോട്ട് തമ്പ് ഫിംഗറിലോട്ട് സൂക്ഷിച്ച് കണ്ണ് മെഴിച്ച് നോക്കി കുറേ നേരം ഇരിക്കുക. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകും, കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞ് ഒഴുകും. അപ്പം നമുക്ക് അങ്ങനെയാണ് കാഴ്ചശക്തി കൂടുകയും ഏകാഗ്രത കൂടുകയും കണ്ണിൻ്റെ കൃഷ്ണമണികൾക്ക് കഴുകിയാണ് ആ വെള്ളം ഇങ്ങനെ പോരുന്നത്. കണ്ണിനകത്തു നിന്നുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ കണ്ണിൽ വെള്ളം ഒഴിച്ച് കഴുകുന്നതിലും ഒക്കെ ഒരുപാട് ഇഫക്റ്റീവാണിത്. ഇതല്ല, ഇനി കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുകയില്ലെങ്കിൽ ഈ കണ്ണിൻ്റെ നേരെ അകലെ ഒരു മേശയിൽ മെഴുകുതിരിയോ എന്തെങ്കിലും തിരികൾ വെച്ചിട്ട്, വെട്ടം വെച്ചിട്ട്, മെഴുകുതിരി വെച്ചിട്ട് അതിലോട്ട് തന്നെ നോക്കി ഇരുന്നാലും മതി. ഇരിപ്പ് ഒന്നെങ്കിൽ സുഖാസനം, വജ്രാസനം, പത്മാസനം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആസനത്തിലിരിക്കാം. സുഖമായിരിക്കാം, സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റണം. കാണിക്കാം. വിരലുകൾ അനക്കാതെ ഇങ്ങനെ കണ്ണുകൾ മിഴിച്ച് തമ്പിലേക്ക് തന്നെ നോക്കിയിരിക്കണം. കണ്ണിൻ്റെ ലെവലിലായിരിക്കണം തമ്പ്. ഇപ്പം കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഒരു നീറ്റൽ പോലെ നമുക്ക് തോന്നും. പക്ഷേ കണ്ണടയ്ക്കാതെ പിടിച്ചോണം. അങ്ങനെ കൈകൾ കഴയ്ക്കുന്നതോടെ വരെ നമുക്ക് പിടിച്ചു നിൽക്കാം. ഇത് ദിവസവും രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. രാവിലെ ചെയ്യുമ്പോൾ ഇച്ചിരൂടെ ഇങ്ങനെ ഒഴുകി വരും. അല്ലെങ്കിൽ വൈകുന്നേരം എംറ്റി സ്റ്റൊമക്കിൽ തന്നെ ചെയ്യണം ത്രാടകക്രിയ. ഓക്കെ.